ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു നാടൻ ബീഫ് ഫ്രൈ ആണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാടൻ ബീഫ് ഫ്രൈ. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതിനായി ഞാനൊരു 500 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത് ആഡ് ചെയ്യാം. 2 പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ബീഫിലോട്ട് നമ്മുടെ പൊടികളൊക്കെ പിടിക്കണം. നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബീഫ് കുക്കറിലോട്ട് മാറ്റാം. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫ്രൈയിങ് ആണ്. ബീഫ് നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ബീഫ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ബീഫിൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നില്ല. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇത് ആഡ് ചെയ്താൽ മതിയാവും. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സവാള സ്ലൈസ് ചെയ്തത് കൂടി ആഡ് ചെയ്യാം. ഈ സവാള ഒന്ന് ബീഫിൽ കിടന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതിയാവും. സവാള വലുതായിട്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. സവാള ഒന്ന് വാടി ബീഫിലോട്ടൊന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതിയാവും. സവാളയ്ക്ക് ഒന്ന് വാടി ബീഫിലോട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നാടൻ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ സെലക്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.